അല്ലെങ്കിൽ ഒരു ബൈക്ക് പോകുമ്പോൾ അതുപോലെ പണിയിട്ടിൻ്റെ എക്സ്പീരിയൻസ് അതും വല്ലാത്തൊരു എക്സ്പീരിയൻസാണ്. നമ്മൾ കോഴിക്കോട് പോകാൻ നേരത്തെ കാറിൻ്റെ ടയർ പഞ്ചറായി. എല്ലാവരും വണ്ടി കയറിയതിന് ശേഷം കേട്ടോ ടയർ പഞ്ചറായത്. നേരെ കാറ് അൽവാസിൻ്റെ വീട്ടിലേക്ക് കയറ്റി. വലിയപ്പോൾ കാറിൽ നിന്ന് ഇറങ്ങി അൽവാസിന് സിറ്റോട്ട് കയറിയിരുന്നു. ടയർ മാറ്റി വീക്ഷിക്കുന്നുണ്ട് നമ്മളെ ചെക്കൻ്റെ പണി. അല്ലെങ്കിലും വീക്ഷിക്കൽ അതിൻ്റെ വീക്ക്നെസ്സാണ്. ഓൾക്ക് ഇതൊക്കെ ഒരു എൻ്റർടൈൻമെൻ്റ് അല്ലേ. ഇതൊക്കെ വീക്ഷിക്കാൻ വെല്ലിപ്പുണ്ട് കേട്ടോ അവൻ്റെ കൂടെ. സ്റ്റെപ്പിനെടുക്കാൻ വേണ്ടിയിട്ട് കാറിൽ കയറ്റി വെച്ച എല്ലാ സാധനങ്ങളും താഴത്തേക്ക് തന്നെ ഇറക്കി വെച്ചു. അല്ലാതെ എന്താ ചെയ്യുക. വേഗം റെഡിയാക്കാൻ പറയുന്നുണ്ട്. അവൾക്ക് എന്താ അവിടെ പോയി അർജൻറ്റ് ഉണ്ടെന്നാണ് തോന്നുന്നത്. പണ്ടൊക്കെ നിൽക്കാതെ പെട്രോളിന് വില കൂടിയ സമയത്തൊക്കെ 100 രൂപ പെട്രോളിന് പോകാൻ ഭയങ്കര ടെൻഷനായിരുന്നു. ഇപ്പം എങ്ങനെയും 100 രൂപ ആയാൽ മതി എന്നായിരുന്നു. ഇത് പണ്ട് പെട്രോളിന് 100 രൂപ സെഞ്ചുറി അടിക്കും എന്നൊക്കെ പറഞ്ഞാൽ ഞാനൊന്ന് പോസ്റ്റ് ഇട്ടു ഫേസ്ബുക്കിൽ. അതാ പോസ്റ്റാണ് ഇത്. കോഴിക്കോട്ടേക്കുള്ള വഴിയിലാണ് നമ്മളെ ഗോൾഡൻ വേ ഉള്ളത്. അതായത് സ്വർണ്ണ വഴി. ശരീരത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങൾ വെറൈറ്റി സ്ഥലത്തൊക്കെ സ്വർണ്ണം ഒളിപ്പിച്ച് കിടത്തുന്ന എന്താ പറയുക പേര് കേട്ട ഒരു എയർപോർട്ടിലേക്കുള്ള വഴി. പേര് കെട്ടതാണെന്ന് എനിക്കറിയില്ല. എയർപോർട്ട് നമ്മളെ മലപ്പുറത്താണെങ്കിലും കോഴിക്കോടിൻ്റെ പേരിലാണ് എയർപോർട്ട് അറിയപ്പെടുന്നത്. ഇവൻ പിന്നെ നിൽക്കാതെ എന്തൊക്കെയൊക്കെ കുത്തിക്കയറ്റേണ്ടത് തൊള്ളിലേക്ക്. കളർഫുൾ പാലം കണി കണ്ടോ സൈഡ് പോയിക്കോ. കളർ അൽഫാമോ. കോഴിക്കോട് പോകുമ്പോൾ ഈ ഫറൂഖ് പാലത്തിനടുത്ത് നമ്മൾ മൊബൈലൊക്കെ എടുത്ത് വെച്ച് അറിയാതെ പാലത്തേക്ക് ഇങ്ങനെ നോക്കി പോകും. അത്രയ്ക്ക് അടിപൊളിയുണ്ട് ഈ പാലത്തിൻ്റെ 2 ഭാഗവും. ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ച് ഒരു ഇടവഴിക്കൂടി നടന്നപ്പോഴാണ് ചെറിയൊരു അടിപൊളി പാലം കണ്ടു കേട്ടോ. പാലം അടിപൊളിയാണ്. അതിൻ്റെ അടിയത്തെ തോടും അടിപൊളി. ഇതിൻ്റെ അടുത്തുള്ളവർക്ക് എങ്ങനെ ജീവിക്കണമെന്നാവും. ശീലമായി കാണില്ലേ. എല്ലാ വേസ്റ്റ് വെള്ളം എത്തിക്കാണ് ഒഴിക്കുന്ന റൂമുണ്ട്. നല്ല ഭംഗിയുള്ളൊരു ക്രിസ്ത്യൻ പള്ളിയില്ലേ. അതേതാ പള്ളി എന്ന് അറിയൊരു കമൻറ്റ് കേട്ടോ. ഏകദേശം ലുലു മാളിൻ്റെ ഒരു അടുത്തായിട്ടാണ് ഈ പള്ളി വരുന്നത്. തുടർന്നുള്ള യാത്രയിൽ നമ്മൾ അൾട്ടോയിലാണ് കയറിയത്. അൾട്ടോ വിത്ത് എ സി ആണെങ്കിൽ സ്ലോ ആണെങ്കിലും വിത്തൗട്ട് എ സി കാറ് പടക്കുതിരയാണ് പടക്കുതിര. അങ്ങനെ നമ്മളെ കോഴിക്കോട് എത്തി. അവിടെ എത്തിയപ്പോഴാണ് കേട്ടോ. അപ്പോൾ എനിക്ക് കടൽ മുഴുവൻ നീന്തുന്നു. കടലമ്മനെ കാണുന്ന കുറേ ഡ്രസ്സൊക്കെ നീന്തി. ഓൻ തിരമാലിൻ്റെ അവിടെ പോയാണ്ട് തിരമാലൊന്നും ഇരുന്നാണ്ട് ഓൻ തിരിച്ചു വന്നിട്ടോ. അത് കഴിഞ്ഞ് വന്നപ്പോഴാണ് എനിക്ക് കളിക്കോപ്പ് കാണുന്നതാണ്. കളിക്കോപ്പ് ചെറിയ കുട്ടികൾക്കുള്ളതാണ്, വലിയ കുട്ടികൾക്കുള്ള അല്ല എന്നൊക്കെ പറഞ്ഞു നോക്കിയെങ്കിലും വാങ്ങിക്കൊടുക്കേണ്ടി വന്നു. പിന്നെ എല്ലാവരും ഇമ്മ കളിച്ചെന്നെ. ഇപ്പം എല്ലാവരും കുട്ടികളാണല്ലോ. കേട്ടോ എവിടെ ഓൻ പിന്നെ അവിടെ ഒരു ബൊമ്മ ഉണ്ട്, ബൊമ്മക്കുട്ടീൻ്റെ ഇതൊക്കെ പറഞ്ഞ് വേഗത്ത് നടന്നു പോകണ്ടോ. അതിന് കൈ കൊടുത്തു. ഓൻ ഹാപ്പിയാണ്, നമ്മളും ഹാപ്പിയാണ്. പിന്നീട് അയാളുടെ അവസ്ഥയെ കുറിച്ച് ആലോചിച്ച് ഇത്രക്കും കടും ചൂടിൽ അയാളുടെ ഉള്ളിൽ കടന്ന് വേവുണ്ടാവും. ജീവിക്കാൻ വേണ്ടി മനുഷ്യന്മാർക്ക് ഓരോ പണികൾ കിട്ടണതാണ് അതൊക്കെ. കഷ്ടപ്പാടുകൾ എന്ന് പറഞ്ഞാണ് ഓരോ മനുഷ്യൻ്റെ ജീവിതം. കാണുന്നവർക്ക് ഇതൊരു അത്ഭുതമോ അല്ലെങ്കിൽ കൗതുകമൊക്കെ കയറാം. പക്ഷെ അയാൾ ചെയ്യുന്ന അയാളുടെ ജോലിയാണ്. ഞാൻ അയാളെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരാൾ വന്ന് അയാളെ വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നത്. അവിടെ കുറേ ആൾക്കാരുണ്ട് എന്നൊക്കെ പറഞ്ഞാണ്ട്. അത് ആ പരസ്യ കമ്പനി പറഞ്ഞ വീഡിയോഗ്രാഫർക്ക് ആയിരിക്കും. അടിപൊളിയായിട്ട് നൈറ്റ് ലൈഫുള്ള സ്ഥലമുണ്ടോ കോഴിക്കോടിനെ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് അറിയാം. രാത്രി ബീച്ചിലൊക്കെ വന്നാൽ എപ്പോൾ വന്നാലും ആൾക്കാരായിരിക്കും. ഭയങ്കര ക്രൗഡായിരിക്കും അവിടെ. എൻജോയ്മെൻറ്റിന് പറ്റിയ സ്ഥലമാണ് കോഴിക്കോട്.
തിരിച്ചു വന്നപ്പോൾ ഷവർമ്മ കഴിക്കാൻ എഴുതി. ഷവർമ്മ പാനന്തോർമ്മയും സംയുക്തോർമ്മയും എത്ര കഴിക്കല്? ഷവർമ്മക്ക് മതം ഉണ്ട് ഇത്ര. ആ പറഞ്ഞ മോയന്തിനെ അറിയല്ലോ, ഷായും വർമ്മയും കൂടിയുള്ള നല്ല അടിപൊളി മത സൗഹാർദ്ദ ഭക്ഷണമാണ് ഷവർമ്മ എന്നുള്ളത്. അയാൾക്ക് പറ്റിയ ഷവർമ്മ ചാണകോർമ്മയാണ്. അതിൽ മൊയന്തുകൾ ഉണ്ടാവണമല്ല, അമ്മാതിരി മൊയന്തുകളെ കേൾക്കാണ് ആൾക്കാരുണ്ടല്ലോ, അതാലോചിക്കണമാണ് സങ്കടം. ഏതായാലും ഞങ്ങൾ അൽഫാമൊക്കെ വാങ്ങി പാട്ടൊക്കെ കേട്ട് വീട്ടിലേക്ക് യാത്ര തിരിച്ചു.